എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ എന്തായാലും നമ്മുടെ എല്ലാവരുടെയും കാത്തിരിപ്പിന് ഒരു ഫലമുണ്ടായിരിക്കുകയാണ്. നമ്മുടെ ഗോപൻ സ്വാമിയുടെ മൃതദേഹം കല്ലറയൊക്കെ പൊളിച്ചു അതെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോയതായിട്ട് അറിയുന്നു. അതുപോലെ തന്നെ നമ്മുടെ മികച്ച പോസ്റ്റ്മോർട്ടം ഡോക്ടറായ ഷേർലി വാസുദേവിൻ്റെ മുഖ്യ നേതൃത്വത്തിലാണ് കൊണ്ടുപോയിരിക്കുന്നതെന്നൊക്കെയാണ് മറ്റ് മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചത്. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ആ വീട്ടുകാർ അവകാശപ്പെട്ടതുപോലെ തന്നെ മൃതദേഹം കഴുത്തറ്റം വരെ ഭസ്മവും അതുപോലെ തന്നെ കർപ്പൂരവും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും പൂക്കളും ഒക്കെ ഇട്ട് മൂടിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. പത്മാസനത്തിൽ ഇരിക്കുന്ന രീതിയിൽ തന്നെ ആയിരുന്നു മൃതദേഹം കാണപ്പെട്ടത് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നെ മൃതദേഹത്തിൻ്റെ അരയ്ക്ക് താഴെ ഭാഗത്തോളം കുറച്ച് ചീയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു ആഴ്ചയോളം പഴക്കമായിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ പിന്നെ കുറച്ച് ചീയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും മൃതദേഹം കൊണ്ടുപോയിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് അത് അറിയാൻ സാധിക്കും എന്തൊക്കെയാണ് ആ മൃതദേഹത്തിന് സംഭവിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനെ കൊന്നതാണോ, ഇപ്പോൾ ജീവിച്ചിരുന്ന സമയത്ത് ആ മനുഷ്യനെ തലയ്ക്കോ മറ്റോ അടിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം അവിടെ കൊണ്ടുവന്ന് വച്ചതാണോ, അതോ ഇതുപോലെ സമാധി ഇരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവിടെ ഇരുന്ന സമയത്ത് ശരിക്കും മരണപ്പെട്ട് കഴിഞ്ഞു എന്ന് തെറ്റിദ്ധാരണയാൽ സ്ലാബിട്ട് മൂടിയതിന് ശേഷമാണോ അതിനുള്ളിൽ ഇരുന്ന് ശ്വാസം മുട്ടി മരിച്ചത്, അതല്ലെങ്കിൽ നേരത്തെ തന്നെ ഇദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ചോ മറ്റോ കൊന്നു വച്ചിട്ട് ഇതുപോലെ സമാധിയാക്കി ഇരുത്തിയതാണോ എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്കതേക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു നിഗമനത്തിലും എത്താതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും അതിൻ്റെ വാർത്ത വരട്ടെ. വീട്ടുകാർ ഇത്രയൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ഒടുവിൽ നമ്മുടെ നിയമം തന്നെ ജയിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോടതിയുടെ വിധിയെ കവച്ച് കിടക്കാനൊന്നും ആരെ കൊണ്ട് സാധിക്കില്ല. കോടതി വിധി വന്നതോടുകൂടിയാണ് ശരിക്കും അവർക്ക് തിരിച്ചടിയായത്. ശരിക്കും പറയുകയാണെങ്കിൽ അതുവരെ അവരെല്ലാവരും ഒരിക്കലും ഈ കല്ലറ പൊളിക്കാൻ സമ്മതിക്കില്ല, ഞങ്ങളുടെ അച്ഛൻ്റെ സമാധിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഒരേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനൊക്കെ എന്തിനും എവിടെയും ഒരു ഇതുണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒക്കെ വരുന്ന നമ്മുടെ ഹൈന്ദവ സംഘടനകൾ നല്ലത് തന്നെയാണ്. നമ്മുടെ ഹൈന്ദവരുടെ ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും നമുക്കൊരു വിഷയം വരികയാണെങ്കിൽ അതിൽ ഇടപെടുവാനും അങ്ങനെ എല്ലാ നല്ല പ്രവൃത്തിക്കും ഹൈന്ദവ സംഘടനകൾ നല്ലത് തന്നെയാണ്. ഞാനും ഒരു ഹൈന്ദവ സ്ത്രീയാണ്. അപ്പോൾ ഒരു ഹൈന്ദവ സംഘടനയെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല, തെറ്റ് പറയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക്, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ, ഒരാളെ സമാധി ഇരുത്തുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇതിങ്ങനെ ഒരു സമാധിയാണ്, അത് പൊളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഹൈന്ദവർ തന്നെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ഇത് പൊളിക്കാൻ അനുവദിക്കാതെ വിട്ടിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഇത് സ്വാഭാവിക മരണം തന്നെയാവാം, അപ്പോൾ അത് പൊളിക്കാതെ നമ്മൾ വിട്ടിരുന്നെങ്കിൽ നാളെ മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും കുടുംബത്ത് സംഭവിച്ചതിന് ശേഷം സമാധി ആയതാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചില വീടുകളിലൊക്കെ വീടിൻ്റെ മുറ്റത്ത് ക്ഷേത്രം, കുഞ്ഞൊരു കാവോ ക്ഷേത്രമോ ഒക്കെ ഉള്ള വീടുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആരെങ്കിലും ഇതുപോലെ മരണപ്പെട്ട് കഴിയുമ്പോൾ അവരെ കൊണ്ടുവന്ന് ഇതുപോലെ അടക്കം ചെയ്തതിന് ശേഷം ഇത് ചിലപ്പോൾ കൊലപാതകം തന്നെയായിരിക്കും, ഇത് സമാധിയാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസറും കോടതിയും ഒക്കെ ഇത് പൊളിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ ചൂണ്ടിക്കാണിക്കും, ഇന്ന സ്ഥലത്ത് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായവർക്ക് അന്ന് എന്തുകൊണ്ട് നിങ്ങളത് പൊളിച്ചു മാറ്റിയില്ല, പിന്നെ എന്തിനിപ്പോൾ ഇത് തന്നെ പൊളിച്ചു മാറ്റണമെന്ന് വാശി പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ വീട്ടുകാർ കുറുകെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസം മുന്നോട്ട് പോകേണ്ടി വരും. കാരണം അന്തിമഘട്ട നടപടി അല്ലെങ്കിൽ അവസാന തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ കോടതികളുടേത് തന്നെയാണ്. ബഹുമാനപ്പെട്ട കോടതി എടുക്കുന്ന തീരുമാനം തന്നെയാണ്. നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് അത് മാനിക്കാൻ. അപ്പോൾ അത് പക്ഷേ ഒരുപാട് പിന്നീട് നമ്മൾ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മുടെ സംഘടനകൾ ഇടപെടുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഈ ഒരു ബോഡിയുടെ പോസ്റ്റ്മോർട്ടം നടപടിയൊക്കെ പൂർത്തിയാകുമ്പോൾ അതൊരു കൊലപാതകമാണെന്നും മറ്റോ തെളിയുകയാണെങ്കിൽ അവർക്ക് വേണ്ടി വാദിച്ച ആളുകളൊക്കെ, അത് ഹൈന്ദവ
സംഘടനകളായാലും അല്ലാതെയുള്ള ആളുകളായാലും നിങ്ങളൊക്കെ അപ്പോൾ പിന്നെ എന്താണ് ആവുന്നത്? ശരിക്കും നിങ്ങളൊക്കെ വെറും നോക്കുകുത്തികളാവുകയാണ് ചെയ്യുന്നത്. അതേസമയം അത് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയായി കഴിയുമ്പോൾ ഇതൊരു സ്വാഭാവിക മരണമാണെന്ന് ആണ് റിപ്പോർട്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ കഴമ്പുണ്ട് എന്ന് വയ്ക്കാം. എന്നാലും നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ പോലെ ഉള്ള ഒരു മഹാരാജ്യത്താണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നിയമത്തെ നമ്മൾ മാനിച്ചേ മതിയാകൂ. നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പല കാര്യങ്ങളിൽ, ഇപ്പോൾ ഹണിറോസിൻ്റെ കാര്യങ്ങൾ വന്നപ്പോൾ തന്നെ നമ്മൾ വാദിച്ചുകൊണ്ടിരുന്നത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ഇപ്പോൾ സാധാരണ സ്ത്രീക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും നിയമം കറക്റ്റായിട്ടായിരിക്കണം വരേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഇന്നൊരു ഗോപൻ സ്വാമിയാണെങ്കിൽ ഇത് നമ്മൾ കണ്ടില്ല എന്ന് നടിച്ച് വിടുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നോ, ബാക്കിയുള്ള ആളുകൾക്ക് ഇതൊരു പ്രചോദനമായിരിക്കും. ഒരുപക്ഷെ ഇതൊരു സ്വാഭാവിക മരണം തന്നെയാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ വേണ്ട രീതിയിൽ നമ്മൾ ശ്രദ്ധ എടുത്തില്ല, അല്ലെങ്കിൽ ഇത് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയില്ലെങ്കിൽ ബാക്കിയുള്ള കുടുംബങ്ങളിൽ, എല്ലാ കുടുംബങ്ങളെയും കാര്യമല്ല, കുറച്ചെങ്കിലും കുടുംബങ്ങളിൽ ഇതുപോലെ അത്രയും വീട്ടിൻ്റെ മുറ്റത്ത് കാവും അത്രയും വിളക്ക് കത്തിക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങളൊക്കെയുള്ള കുടുംബങ്ങൾ ഒരുപാടുണ്ട്. എനിക്ക് തന്നെ അറിയാം അതിൽ പലതും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ ഒരാളെ കൊന്നു വച്ചിട്ട് ഇത് സമാധിയാണെന്ന് പറയുമ്പോൾ അത് പൊളിക്കാനായിട്ട് ചെല്ലുമ്പോഴാണ് അവർ ചോദിക്കുന്നത്, ഇന്ന സ്ഥലത്തൊരു സമാധി ഉണ്ടായവർക്ക് നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ പൊളിക്കാൻ അനുവദിച്ചോ എന്നും പറഞ്ഞ് അവരതിൻ്റെ മുന്നിൽ വട്ടം പിടിച്ച് നിൽക്കുകയാണെങ്കിൽ കുറേ ദിവസമെങ്കിലും പോലീസിനെ ബുദ്ധിമുട്ടിക്കാൻ സാധിക്കും, പൊതുജനങ്ങളെയും ബുദ്ധിമുട്ടിച്ച് കഴുതകളാക്കാൻ സാധിക്കും. പിന്നീട് എപ്പോഴായാലും അന്തിമ വിധി നമ്മുടെ ഹൈക്കോടതിയുടേത്, നമ്മുടെ കോടതികളുടേത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ നമ്മളെ കുറേ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കാൻ അതുകൊണ്ട് അവർക്ക് സാധിക്കും. അതൊക്കെ കൊണ്ട് തന്നെയാണ് പറയുന്നത്, ദയവ് ചെയ്ത് നമ്മൾ നല്ല വശവും ചീത്ത വശവും ഉണ്ട് ഒരു നാണയത്തിൻ്റെ, അതുപോലെയാണ് മനുഷ്യരുടെ സ്വഭാവത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ നല്ലതും ചീത്തയും വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നീട് ഇതുപോലെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാവുന്ന സമയത്തിന് ഒരുപക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ശ്വാസം മുട്ടിയോ മറ്റോ ആണ് മരിച്ചിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പറയും പോലെ സമാധി ഇരുന്ന സ്ഥലത്ത് അച്ഛൻ മരണപ്പെട്ടു എന്നുള്ള തെറ്റായ ധാരണയോടുകൂടി മകൻ സ്ലാവ് ഇട്ട് മൂടിയതാണെങ്കിൽ പോലും അത് ശ്വാസം മുട്ടിയായിരിക്കും മരിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിലും ഇവർക്കെതിരെ നല്ല നടപടി ഉണ്ടാവും. അതുമാത്രമല്ല, ഇനി അച്ഛനെ കൊന്നു വെച്ചിട്ട്, ശ്വാസം മുട്ടിച്ച് അകത്ത് വെച്ച് കൊന്നു വെച്ചിട്ടാണോ കൊണ്ടുവച്ചത്, അതേസമയം അച്ഛൻ മരിക്കാറായ പ്രാണനായിരുന്ന സമയത്ത് എടുത്തുകൊണ്ട് പോയി അവിടെ സമാധി ഇരുത്തിയതാണോ, അതുമല്ലെങ്കിൽ ഇനി തലയ്ക്ക് അങ്ങനെ ഒരു കൊട്ടു കൊടുത്ത വഴിക്ക് അങ്ങനും തട്ടിപ്പോയിട്ട് കൊണ്ടുവച്ചതാണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളും കാര്യങ്ങളും ഒക്കെ വരേണ്ടിയിരിക്കുന്നു. പിന്നീട് ഞാനും ആഗ്രഹിക്കുന്നത് ഒരിക്കലും അങ്ങനെ ആവരുത്. സ്വാഭാവികമായിട്ട് ഇദ്ദേഹം മരണപ്പെട്ടത് ആണെന്ന് നമ്മുടെ പോസ്റ്റ്മോർട്ടം നടപടിയിലൊക്കെ വരണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഫാമിലിയെ ഇപ്പോൾ അവരങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അവർ നല്ലതായിട്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് വേദനിച്ചിട്ടുണ്ടാവണം. എന്ത് തന്നെയാണെങ്കിലും അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ രാജ്യത്തിനൊരു നടപടിയുണ്ടല്ലോ. അപ്പോൾ അതൊത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങളെ നമ്മൾ മാനിച്ചേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും എൻ്റെയും പ്രാർത്ഥന, ദയവായി ഞാനും പ്രാർത്ഥിക്കുന്നത് ഇതിൻ്റെ നടപടികളൊക്കെ പൂർത്തിയായി കഴിയുമ്പോൾ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് റിസൾട്ട് വരുന്ന സമയത്ത് സ്വാഭാവിക മരണമെന്ന് പറയട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരു കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും അനാവശ്യമായിട്ട് അല്ലെങ്കിൽ അവർ കോടതി കയറട്ടെ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയൊന്നും നമുക്കും ഇല്ല. അവർ നിരപരാധികളായി തീരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹവും പ്രാർത്ഥനയും. അപ്പോൾ എന്തായാലും ഇനിയെങ്കിലും ഇങ്ങനെ സമാധി ഇരുത്തണം എന്നൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും അവർക്ക് ആഗ്രഹം ചിലരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറയും. അങ്ങനെ ആഗ്രഹം പറയുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ രഹസ്യമായിട്ട് ഇതുപോലെ കുഴിച്ചു മൂടാനായിട്ട് നോക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് സമാധി ഇരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് അവർ സമാധി ആവുന്ന സമയത്ത് നിങ്ങൾ പണ്ഡിതന്മാരെയൊക്കെ കൊണ്ടുവരിക. അതുമാത്രമല്ല, അറ്റ്ലീസ്റ്റ് മറ്റൊന്നും ചെയ്തില്ലെങ്കിലും നാട്ടുകാരെയും പഞ്ചായത്തിനെയെങ്കിലും വിവരം അറിയിക്കുക. നടക്കുന്ന കാര്യങ്ങളും ചടങ്ങുകളും എല്ലാം മൊബൈൽ ഫോണിൽ അപ്പപ്പടി നിങ്ങൾ പകർത്തിയെടുക്കുക. അതിനുള്ളൊരു ബുദ്ധി നിങ്ങൾ പ്രയോഗിക്കുക. അല്ലാതെ തീരെ മന്ദബുദ്ധി ചമയാനായിട്ട് നിൽക്കരുത്. അത് ആരായാലും നിൽക്കരുത്. അങ്ങനെ നിന്ന് കഴിയുമ്പോഴായിരിക്കും ഇതുപോലുള്ള പണികളൊക്കെ കിട്ടുന്നത്. അതേസമയം ഗോപൻ സ്വാമി അടക്കം ചെയ്ത സമയത്ത് നാട്ടുകാരോ അല്ലെങ്കിൽ അത്യാവശ്യം ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ആ സംഭവങ്ങളൊക്കെ നിങ്ങളൊരു മൊബൈൽ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന അദ്ദേഹത്തെ
അടക്കം ചെയ്ത് ആ ഒരു കല്ലറ പൊളിക്കേണ്ടിയും അദ്ദേഹത്തിൻ്റെ ബോഡി എടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അയക്കേണ്ടിയും വരില്ലായിരുന്നു. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു എന്താണ്, നിങ്ങൾ കരുതിയത് സമാധിയായി കഴിഞ്ഞു, അത് അടക്കം ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് അത് പൊളിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് കുറേ പ്രഹസനങ്ങളൊക്കെ കാഴ്ചവെക്കുമ്പോൾ അത് പൊളിക്കാതിരിക്കാൻ അത് ഒരു വഴിവെക്കും എന്നൊക്കെ ആയിരിക്കും നിങ്ങളൊക്കെ കരുതിയത്. പക്ഷേ അത് തെറ്റിപ്പോയി. അവിടെയാണ് നിങ്ങൾ ബുദ്ധിശൂന്യരായിട്ട് തീർന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇനിയും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ ആരും കാണിക്കാതിരിക്കട്ടെ എന്നൊക്കെയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും ഇനി ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മരണം സ്വാഭാവികമായിട്ടാണ് സംഭവിച്ചത് എന്നറിയുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളോടെയുള്ള ആ ഒരു നീരസമൊക്കെ മാറും, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളുടെ ക്ഷേത്രമായോ വീടുമായോ ഇട്ടൊക്കെ സഹകരിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് പോകാനുള്ളൊരു മനസ്സ് നിങ്ങളും കാണിക്കണം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ മറ്റുള്ളവർ ആരുമായിട്ടും സഹകരണം ഇഷ്ടപ്പെടുന്നവരല്ല. എല്ലാവരും നിങ്ങളുടെ താഴ്ച ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് നിങ്ങൾ കഴിയുന്നത്, നിങ്ങളുടെ ഫാമിലിയിലുള്ള മുഴുവൻ ആളുകളും കഴിയുന്നത്. ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് മറ്റുള്ളവരോട് ആരോടും മനസ്സ് തുറന്ന് ചിരിക്കാനോ സംസാരിക്കാനോ ഒന്നും കഴിയാത്തത്. അപ്പോൾ എന്തായാലും അതിലേക്കൊന്നും ഞാൻ പറഞ്ഞു വരുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും ഇനി ഇദ്ദേഹം ഒരു സിദ്ധനാണെന്നോ ഒക്കെ പറയാനായിരിക്കും നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുക. ഇദ്ദേഹത്തിന് പോസ്റ്റ്മോർട്ടം നടപടി വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള മരണമാണ് സംഭവിച്ചിരിക്കുന്നത് എങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് ആ ഒരു ബഹുമാനം നാട്ടിലെല്ലാവർക്കും ആ മരണപ്പെട്ട ശരീരത്തോട് കാണിക്കും. ഇനി ആരും അനാദരവ് കാണിക്കില്ല എന്നുള്ള കാര്യത്തിൽ അത് തീർച്ചയാണ്. പക്ഷേ എന്താണ്, ആ ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അനുകൂലമായിരിക്കണം. നിങ്ങൾ ഇനിയുള്ള ഓരോ നിമിഷവും അതിനു വേണ്ടിയിട്ടായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന. ഇത്രയും കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ. നന്മ വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാ സഹോദരങ്ങൾക്കും ബൈ.